ADGPക്കെതിരെ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അച്ചടക്ക ലംഘനം വച്ചുപൊറുപ്പിക്കില്ല, പുഴുക്കുത്തുകളെ പോലീസിൽ നിന്ന് ഒഴിവാക്കും, കളങ്കിതർക്കെതിരെ എത്ര ഉന്നതരാണെങ്കിലും നടപടി സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം പോലീസിനെ കൂടുതൽ ജനകീയവൽക്കരിക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് പരിപാടിയിൽ പറയുകയുണ്ടായി. പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ചെയ്യുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. കോട്ടയത്തെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പതിവിന് വിരുദ്ധമായ പരസ്യ അന്വേഷണ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മിഥുൻ, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആദ്യം അറിയേണ്ടത്. മുഖ്യമന്ത്രി വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയാണ് അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അവയെ എല്ലാം സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം നടപടികൾ വീണ്ടും തുടരുക തന്നെ ചെയ്യും. ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാനാവില്ല. അച്ചടക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അച്ചടക്ക ലംഘനം കാണിക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുമെന്നതിനെ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് DGP തന്നെ അന്വേഷണം നടത്തും. ADGPക്കെതിരെയുള്ള അന്വേഷണം DGP തന്നെ നടത്തും. അതിനുശേഷം ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ADGP MR അജിത് കുമാർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റവരിയിൽ മറുപടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ADGP. പറഞ്ഞിരിക്കുന്നത്, അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് അവർ അന്വേഷിക്കട്ടെ. മറ്റു ആരോപണങ്ങളിലൊന്നും പ്രതികരണം നൽകിയിട്ടില്ല. എല്ലാ ആരോപണങ്ങളോടും മറുപടി പറയാതെ മടങ്ങിപ്പോവുകയാണ് ADGP ചെയ്തത്. പക്ഷേ എന്നാൽ തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഔദ്യോഗികമായി തന്നെ സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് താനും കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. മറ്റ് മറുപടികളൊന്നും ADGP വിഷയത്തിൽ നടത്തിയിട്ടില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പോലീസ് സേനയ്ക്ക് താൻ നൽകിയ സംഭാവനകളെ കുറിച്ച് എല്ലാം പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ വ്യംഗ്യാർത്ഥത്തിൽ അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിൽ തനിക്ക് ഇനിയും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം ലഭിക്കുമോ എന്നറിയില്ല എന്നും ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ തന്റെ കരിയറിലുടനീളം പോലീസ് സേനയിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചാണ് തന്റെ പ്രസംഗത്തിൽ MR അജിത് കുമാർ പരാമർശിച്ചത്. രാജീവ് കൂടി ചേരുകയാണ്. രാജീവ്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും MR അജിത് കുമാറിനെ നീക്കിയേക്കും എന്ന് സ്വാഭാവികമായും അറിയുന്നു. കാരണം അന്വേഷണം പതിവിന് വിരുദ്ധമായി പരസ്യമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. രാവിലെ മുതൽ തന്നെ തിരക്കിട്ട ചർച്ചകൾ അത് തലസ്ഥാനത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും നടക്കുന്നതും കണ്ടിരുന്നു. വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനത്തെ പോലീസ് സേന കടന്നു പോകുന്നത് എന്നതിൽ സംശയമില്ല. വലിയ നാണക്കേട് പോലീസ് സേനയ്ക്ക് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ തിരക്കിട്ട് ഇത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അത്തരമൊരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തെ ഒരു MLA ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതും ചെറിയ ആരോപണങ്ങളല്ല ഉന്നയിച്ചിരിക്കുന്നത്. ADGP അഴിമതിക്കാരനാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ോടാണ് ADGP അജിത് കുമാറിനെ PV അൻവർ ഉപമിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുകൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ MLA കൂടിയായിരുന്നു PV അൻവർ. അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്ത് DGP കഴിഞ്ഞാൽ, അതായത് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. ആ ADGPക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നും അദ്ദേഹം ആരോപണങ്ങൾ തുടരുകയാണ്. അജിത് കുമാർ തിരുവനന്തപുരം
തിരുവനന്തപുരത്ത് വെക്കുന്ന വീടിനെ കുറിച്ചാണ് അദ്ദേഹം പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കൊട്ടാര സാദൃശ്യമായ വീടുകൾ വെക്കുന്നു, ഇതിനൊക്കെ എവിടുന്നാണ് പണം? ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുകയാണ് എം.ആർ. അജിത് കുമാർ എന്നാണ് പി വി അൻവർ പറയുന്നത്. ഏതായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പോലീസിൽ വളരെ ശക്തമായി ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലൊന്നും എം.ആർ. അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. കാരണം നേരത്തെ നമുക്കറിയാം, സ്വപ്നയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ചുണ്ടായപ്പോൾ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം എം.ആർ. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുകയും മാധ്യമപ്രവർത്തകനായ ഷാസ്കിറിനെ അതിൽ ഇടപെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നിൽ എം.ആർ. അജിത് കുമാറാണെന്ന് തെളിഞ്ഞതോടെ സർക്കാർ ഒടുവിൽ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നീടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്കാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ ADGP ആണ് എം.ആർ. അജിത് കുമാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഉൾപ്പെടുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി ഇതിന്റെ അന്വേഷണം പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലേക്ക് പോകണോ എന്നതിൽ ഒരു സംശയം ആഭ്യന്തര വകുപ്പിന് ഉണ്ടായത്. മുഖ്യമന്ത്രി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ADGPക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അതും പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പൊതുവേദിയിൽ വെച്ച് തന്നെയാണ് അസോസിയേഷന്റെ യോഗത്തിന് ആ സമ്മേളന വേദിയിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഈ അന്വേഷണം നടക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. 2 ദിവസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം പി വി അൻവർ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ഇതിനൊപ്പമാണ് സുജിത് ദാസിന്റെ ശബ്ദരേഖ പി വി അൻവർ പുറത്തുവിട്ടത്. ആ രീതിയിൽ പോലീസ് വലിയ നാണക്കേടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ തിരക്കിട്ട് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടിയാലോചനകൾക്ക് ശേഷം തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഉടൻ എം.ആർ. അജിത് കുമാറിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ അന്വേഷണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റൊരു പോംവഴി തൽക്കാലമില്ല. സംസ്ഥാനത്തെ പോലീസ് സേന കുത്തഴിഞ്ഞു എന്ന ആരോപണം നിലവിൽ തന്നെ പ്രതിപക്ഷവും BJPയും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ഈ സർക്കാരിന് കഴിയൂ. ഏതായാലും ആഭ്യന്തര വകുപ്പിന് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുമോ എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അനു, വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, നിലമ്പൂർ MLA എന്തായാലും ആരോപണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇന്നും വാർത്താ സമ്മേളനം നടത്തി ഗുരുതരമായ ആരോപണങ്ങളാണ് ADGPക്കെതിരെ ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയം. ഇതിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് എന്ന രീതിയിൽ പേരുകേട്ട ഒരു MLA ആണ് പി വി അൻവർ. ഒരു കാലത്തെ ഇപ്രകാരമാണ് ഈ പല ആരോപണങ്ങളിൽ നിന്ന് പി വി അൻവറിന് പ്രത്യേകമായ ഒരു സംരക്ഷണം ലഭിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. എന്നിട്ടും മുഖ്യമന്ത്രി വിവരങ്ങൾ, ഈ തെളിവുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇത് സഹിതം ധരിപ്പിക്കുന്നതിന് പകരം എന്തുകൊണ്ട് വാർത്താ സമ്മേളനത്തിലേക്ക് പി വി അൻവർ എത്തിയത് എന്നതും ചോദ്യമല്ലേ? തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിലെ ഒരു തുറന്ന പോര് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ ഉന്നം വച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് പി വി അൻവർ പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാറിനെ മാറ്റി അവിടെ ADGP H. വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. H. വെങ്കടേഷിനെ പകരം ചുമതല നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടർന്നാൽ അത് അന്വേഷണത്തിന് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പുതിയ ADGPക്ക് ക്രമസമാധാന ചുമതല നൽകും. അത് H. വെങ്കടേഷിനായിരിക്കും ക്രമസമാധാന ചുമതല നൽകുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പി വി അൻവറിന്റെ ആരോപണം അത് സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ പാർട്ടിയെയും വലിയ തോതിൽ അത് വെട്ടിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ പി വി അൻവർ MLAയുടെ പരസ്യമായുള്ള മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണം. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു അംഗം അത്തരത്തിൽ പറയുമ്പോൾ അതിൽ വലിയ രീതിയിൽ കോലിളക്കങ്ങൾ സൃഷ്ടിക്കും. പ്രതിപക്ഷം ഈ വിഷയം ഇപ്പോൾ തന്നെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽപ്പെടുന്ന ആഭ്യന്തര വകുപ്പിൽപ്പെടുന്ന ഒരു ADGP ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൃത്രിമങ്ങൾ കാട്ടി ക്രിമിനലുകൾക്കൊപ്പം നിന്നു എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ
നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടന്നില്ല എന്ന സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം തന്നെ നിലവിൽ മുഖ്യമന്ത്രിയും PV അൻവർ ഉന്നം വയ്ക്കുന്നു എന്ന് തന്നെയാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് ചർച്ച ചെയ്യാമെന്നിരിക്കെ പരസ്യമായി തന്നെ രംഗത്തെത്തുമ്പോൾ അത് പാർട്ടിയിൽ ചർച്ച ചെയ്തു മുഖ്യമന്ത്രിക്കായി എതിരെയുള്ള ആക്ഷേപങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് അത് പാർട്ടിയിൽ വലിയ തോതിൽ വില പോയില്ല. ഈ സാഹചര്യത്തിലാണ് PV അൻവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചത് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ തന്നെയായിരുന്നു PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കോലിളക്കങ്ങൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇടതുപക്ഷ അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതും നിയമസഭാ അംഗത്തിന്റെ PV അൻവർ MLA ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സർക്കാർ നിലപാട് ഇത്തരത്തിലാണ്. തൽക്കാലത്തേക്ക് ഇത്തരത്തിൽ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിടുന്നതും ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതും പകരം ചുമതല ADGP ആയിട്ടുള്ള H വെങ്കടേഷിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, രാജീവിലേക്ക് വീണ്ടും. രാജീവ്, ഇപ്പോൾ വിനീഷ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഈ പാർട്ടിക്കുള്ളിലെ രണ്ട് വിഭാഗങ്ങളുടെ ഒരു പട്ടലപ്പിണക്കമായിട്ടോ അല്ലെങ്കിൽ ഈ ചേരിതിരിഞ്ഞുള്ള ആക്രമണമായിട്ടോ PV അൻവറിന്റെ ഈ ആരോപണങ്ങളെ വിലയിരുത്തിയാൽ പോലും ഒരു വിഭാഗത്തിന്റെ പിൻബലത്തോടെയാണ് ഈ P ശശിക്കും, അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും എതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന PV അൻവർ തന്നെ നേരിട്ട് രംഗത്തെത്തി പറഞ്ഞിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതെങ്ങനെയാണ് ഈ സംഘങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്? ഏതായാലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കടന്നു പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നു. അത് മലപ്പുറം മുൻ SP ശ്രീദാസിന്റേതായിരുന്നു. ആ സംഭാഷണത്തിലും വളരെ കൃത്യമായി പറയുന്നത് MR അജിത് കുമാർ എന്ന വ്യക്തിക്കെതിരെയാണ്. MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് അതിലും ഉള്ളത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ട് PV അൻവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായ ഇത് തന്നെയാണ്. കാര്യം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണ് MR അജിത് കുമാർ. അദ്ദേഹത്തിന്റെ കീഴിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്നത് MR അജിത് കുമാർ ആണ് എന്നുകൂടിയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ PV അൻവർ ആരോപിച്ചിരുന്നത്. ഇന്നും അദ്ദേഹം ആരോപണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടിയാണ് ഈ കാര്യങ്ങളെ PV അൻവർ വലിച്ചടിച്ചിരിക്കുന്നത്. കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പല കാര്യങ്ങളും താൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് PV അൻവർ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി കൂടി മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ തിരക്കിട്ട് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി പകരം ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ആഭ്യന്തര വകുപ്പിനെ ഏറെ കുഴയ്ക്കുന്ന മറ്റൊരു കാര്യം. ഈ വിഷയത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ ഓഫീസിലേക്ക് എന്തുകൊണ്ടാണ് ഈ ഗുരുതരമായ വിഷയങ്ങൾ നേരത്തെ ഭരണപക്ഷത്തെ പ്രമുഖനായ ഒരു MLA ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറയാതിരുന്നത്? മുഖ്യമന്ത്രി അതിന് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതിൽ സംശയമില്ല. ഇനി പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു അന്വേഷണം ഉണ്ടായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് മറച്ചു വെക്കാനുള്ള ശ്രമം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി? ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്നാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ഒരുപക്ഷെ ഗുരുതരമായ അവസ്ഥ സംസ്ഥാനത്തുണ്ടാകും. ഏതായാലും നിലവിലിപ്പോൾ മുഖം രക്ഷിക്കാനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഈ അന്വേഷണം എത്രത്തോളം സത്യസന്ധമായി മുന്നോട്ട് പോകും എന്നത് ഇനിയും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. PV അൻവറിന് സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗത്തിന്റെ CPM തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണം നേരത്തെ തന്നെ MR അജിത് കുമാറിനെ മാറ്റണമെന്ന CPM അഭിപ്രായം ഉയർന്നിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ്
MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് CPM ചൂണ്ടിക്കാണിച്ചതും മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം CPM-ന്റെ നേതൃയോഗങ്ങൾ ചേർന്നപ്പോൾ അവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം CPM ജില്ലാ സെക്രട്ടറിമാർ പോലും അറിയാതെയാണ് പോലീസിൽ നിയമനങ്ങൾ നടത്തുന്നത്, മാത്രമല്ല പോലീസിലെ പല കാര്യങ്ങളും CPM നേതൃത്വത്തെ അറിയിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ MR അജിത്കുമാറിനെ മാറ്റണം എന്ന ആവശ്യം ഉയർന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല. ഇതിനിടെയാണ് ഏതായാലും PV അൻവർ ഇത്തരം ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നതും അതിൽ തന്നെ വളരെ ഗുരുതരമായ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് MR അജിത്കുമാറിനെതിരെ ഉണ്ട് എന്ന് PV അൻവർ പറയുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതും അന്വേഷണം ഉണ്ടായിരിക്കുന്നതും. അനു വിനീഷ്, ഇപ്പോൾ രാജീവ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൽ പാർട്ടി എത്രത്തോളം കനത്ത പരാജയം അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. ഇതിന് ശേഷം പാർട്ടി തിരുത്തൽ നടപടികളിലേക്ക് കടക്കും എന്ന് ഈ യോഗങ്ങൾക്ക് ശേഷം ഈ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ആവർത്തിക്കുകയുമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ആഭ്യന്തര വകുപ്പ് മാത്രമല്ല സർക്കാരും പാർട്ടിയും എത്തിച്ചേരുന്നത് എന്നതിലും തർക്കമില്ലല്ലോ. കാരണം ഭരണപക്ഷത്ത് നിന്നുള്ള MLA തന്നെ ഇങ്ങനെ ഗുരുതരമായ ആരോപണം, അതും മുഖ്യമന്ത്രി നേരിട്ട് കൈയാളുന്ന ഒരു വകുപ്പിന് നേരെ ഇങ്ങനെ ആരോപിക്കുമ്പോൾ, ഈ ഇടതുപക്ഷ MLA തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ, അതും PV അൻവറിന്റെ ഭാഗത്തു നിന്നാവുമ്പോൾ അൻവറിനെ പിണക്കാനും വയ്യ. പക്ഷേ ഈ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ അവർ അവകാശപ്പെടുന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാനും പാടില്ല. ഇനി ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും പാർട്ടി സ്വീകരിക്കുക? നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരിച്ചടി കഴിഞ്ഞ തവണ CPM-നെ ഏറ്റിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിൽ, പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു വിമതസ്വരം പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഉയരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും പാർട്ടിക്കുള്ളിൽ ഏറ്റവും ശക്തനായ നേതാവാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന് എതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഗുരുതരമായ ആക്ഷേപങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നു. പാർട്ടിക്കുള്ളിൽ വിമത സ്വരം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. PV അൻവർ MLA പ്രധാനമായും ആദ്യ വാർത്താ സമ്മേളനത്തിൽ ആദ്യം മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ADGP MR അജിത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പ്രധാനമായും ഉന്നയിച്ച ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് P ശശിക്കെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അത് പലതവണ PV അൻവർ എടുത്തു പറയുന്നു. MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്നത് P ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് ഒളിയമ്പുകളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നതും മുഖ്യമന്ത്രിയെ തന്നെയാണ്. പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണവുമായി PV അൻവർ എത്തിയ സാഹചര്യത്തിൽ ഒരു അച്ചടക്ക നടപടിയിലേക്ക് ഒരുപക്ഷെ PV അൻവറിനെതിരെ പാർട്ടി നേതൃത്വം നീങ്ങിയേക്കാം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അത് സംസ്ഥാന സർക്കാരിന് PV അൻവറിന്റെ ഈ നിലപാട് സംസ്ഥാന സർക്കാരിനെ ഗുരുതരമായി ബാധിച്ചു. സർക്കാരിന്റെ കൃത്യമായ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് പരസ്യമായി ഒരു നിയമസഭാ അംഗം PV അൻവർ ഭരണപക്ഷിയിലെ തന്നെ ഒരു നിയമസഭാ അംഗം പരസ്യമായി പ്രതികരണത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണത്തിലേക്ക് CPM-ന്റെ മറ്റു നേതാക്കൾ കടന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് PV അൻവറിന്റെ ഈ നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു വിനീഷ്, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു പാർട്ടിക്ക് അതീതമായി വളരാൻ അല്ലെങ്കിൽ അതീതനായി വളരാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളത്. EPA സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഉയർത്തിയ ഒരു കൊടുങ്കാറ്റ്, വിവാദ കൊടുങ്കാറ്റ്, അത് MV ഗോവിന്ദന്റെ മേലും ഉണ്ട് എന്ന് ഇരിക്കെ ഈ ഒരു വിഷയം പാർട്ടി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷ MLA ഇങ്ങനെ മുഖ്യമന്ത്രി കൈയാളുന്ന നിർണായക വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്രയും നാളും ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ ഈ പ്രവർത്തികൾ തുടർന്നിരുന്നത്? അപ്പോൾ P ശശിക്ക് എങ്ങനെ ഇത്ര സുപ്രധാനമായ ഒരു വകുപ്പ് അതിന്റെ മേൽ നിയന്ത്രണം പൂർണ്ണമായും വയ്ക്കാൻ കഴിഞ്ഞു? ഈ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഗുരുതരമായ ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന്, അത് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തിനുള്ളിൽ നിന്ന് പോലും അവർ പരസ്യമായി സമ്മതിച്ചില്ലെങ്കിലും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിരവധി ചോദ്യങ്ങൾ പാർട്ടിയെയും ഉലയ്ക്കും. സ്വാഭാവികമായും ഇതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടിയും വരില്ലേ?
തീർച്ചയായിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് ഭരണം നടത്തുന്നത്. ഇടതുപക്ഷ സർക്കാർ അത്തരത്തിലുള്ള ഒരു ഭരണം നടത്തുമ്പോൾ ആ പാർട്ടി അംഗത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ നിയമസഭാ അംഗത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അത് സർക്കാരിന് വലിയ കനത്ത തിരിച്ചടിയാണ്. അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ പാർട്ടിക്കുള്ളിൽ കളമൊരുങ്ങുക. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ നടപടികളിലേക്കും പാർട്ടി അംഗങ്ങൾക്കെതിരെയുള്ള കൂടുതൽ നടപടികളിലേക്കും പാർട്ടി കടന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി PV അൻവറിനെതിരെ കൃത്യമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നിട്ടില്ല. പരസ്യമായി ഒരു പ്രതികരണവും നടത്താത്ത ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം P ശശി അടക്കമുള്ളവരും വളരെ മൗനത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അത് പാർട്ടിക്കുള്ളിൽ വലിയ ആക്കം കൂട്ടും. പാർട്ടിക്കുള്ളിൽ PV അൻവറിനെതിരെയുള്ള ഒരു പടയൊരുക്കത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിവാദങ്ങൾക്ക് പിന്നാലെ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ള റിപ്പോർട്ട് അതുപോലെ വിനീഷ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ H വെങ്കടേശനാണ് സാധ്യത കൂടുതലായി കൽപ്പിക്കുന്നത്. ബൽറാം കുമാർ ഉപാധ്യായയുടെ പേര് കൂടി പരിഗണനയിലുണ്ട് എന്നും അറിയുന്നു.